അനുമോള് ഒരു ദിവസമെങ്കിലും കണ്ടന്റ് ഉണ്ടാക്കാൻ മുന്നോട്ട് വന്നില്ല എന്നിരിക്കട്ടെ, പക്ഷെ അനുമോളുടെ പേര് ആരെങ്കിലും ഒക്കെ ഉപയോഗിച്ച് ഡെയിലി കോണ്ടന്റ് ആരെങ്കിലും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും അങ്ങോട്ട് സ്വാഗതം. നമ്മുടെ ഷാനവാസിക്ക ബെഡ്റൂമിലിരുന്ന് ജിസൈലൂട്ടിയോട് കുറച്ച് കഥകളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ജിസൈലൂട്ടി ചോദിക്കുന്നുണ്ട്, ഷാനവാസ് ചെയ്യുന്ന എല്ലാം ഒന്നും ശരിയല്ല, പ്രത്യേകിച്ച് ഈ അച്ഛന് പറയുന്നത്. ഞാൻ അച്ഛനൊന്നും അങ്ങനെ പറയാറൊന്നുമില്ല. ഞങ്ങളുടെ നാട്ടിലൊക്കെ ആരെങ്കിലും വന്ന് എന്നെ എന്തെങ്കിലും മോശമായിട്ട് പറയുമ്പോൾ ഞാൻ അപ്പൊ തന്നെ അവരോട് പറയുന്നതാ, പോയി നിന്റെ വീട്ടിലുള്ളവരോട് പറ, ആ രീതിയിലങ്ങ് ഞാൻ പറയുന്നതേ ഉള്ളൂ ജിസൈൽ എന്നൊക്കെ ഷാനവാസ് പറയുന്നുണ്ട്. അപ്പൊ ഷാനവാസിക്ക മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഷാനവാസിക്ക ഇത് സ്വന്തം നാടല്ല, ബിഗ് ബോസ് ഹൗസാണ്. നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ എന്തു പറഞ്ഞാലും ആ നാട്ടുകാരെ ചിലപ്പോൾ അറിയത്തുള്ളായിരിക്കും. ഇത് ഈ ഷോ വഴി ലോകമെമ്പാടുമുള്ള മലയാളികൾ കാണുന്നുണ്ട്. അത് ഷാനവാസിക്ക ഒന്ന് മനസ്സിലാക്കണം. പിന്നെ ഷാനവാസിക്ക അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഷാനവാസിക്കയുടെ ഈ മറ്റുള്ളവരുടെ വീട്ടിലിരിക്കുന്ന നന്ദയ്ക്ക് പറയുന്ന സാധനത്തെ ഒന്ന് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇടയ്ക്ക് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, ശരിയാണ്, ഞാൻ പറയുന്നത് തെറ്റാണ്, അങ്ങനെ പറയരുത് എന്നൊക്കെ പുള്ളി തന്നെ അതും പറയുന്നുണ്ട്. അത് വേറെ കാര്യം. പക്ഷെ ഗെയിം അല്ലേ, ഒരു പരിധിയിൽ കൂടുതൽ വായിന്ന് വീണതിനെ അങ്ങോട്ട് തെറ്റായിട്ട് തന്നെ അങ്ങോട്ട് സമ്മതിക്കാൻ പോയി കഴിഞ്ഞാൽ പണി കിട്ടുമെന്ന് പുള്ളിക്കറിയാം, പുള്ളിയുടെ ആ ഒരു ഗെയിമിംഗ് മെന്റാലിറ്റി. അതുകൂടാതെ ഷാനവാസിക്ക വേറൊരു കാര്യം പറഞ്ഞു ഞാൻ ശ്രദ്ധിച്ചു. അത് ഈ റെന പറഞ്ഞ മറ്റേ ഡബിൾ ഡാഡി സിൻഡ്രം എന്നൊക്കെ റെന പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വലിയ പ്രശ്നമല്ലേ? അതോ അതൊക്കെ ഇംഗ്ലീഷിൽ പറഞ്ഞതുകൊണ്ടാണോ ഇത്ര വലിയ പ്രശ്നമല്ലാത്തത്? നിങ്ങൾ ആരും അതിനെ ചൂണ്ടിക്കാണിക്കാത്തത് തെറ്റാണെന്ന് ആരും വലുതായിട്ടൊന്നും പറയുന്നില്ലല്ലോ. ലാലേട്ടൻ മാത്രമല്ലേ അത് പറഞ്ഞത്. പിന്നെ ഈ മസ്താനിയുടെ ഡാഡ്ലെസ് എന്ന് പറയുന്ന വാക്കൊക്കെ മസ്താനി യൂസ് ചെയ്തത്, അതൊക്കെ ചെറിയ വാക്കൊന്നും അല്ലല്ലോ, വലിയ പ്രശ്നം തന്നെ അല്ലേ അത്. പിന്നെ അത് ഇംഗ്ലീഷിലായതുകൊണ്ട് ആർക്കും വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മൾ മലയാളത്തിൽ എന്തെങ്കിലും പറഞ്ഞാൽ മാത്രം വലിയ പ്രശ്നം. ആ ഒരു സാധനമൊക്കെ നമ്മുടെ ഷാനവാസിക്ക ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മസ്താനിയൊക്കെ ഇങ്ങനെ എന്തെങ്കിലും പറയുമ്പോഴൊന്നും ആരും വലുതായിട്ട് പുറകെ പോയി പിടിക്കുന്നില്ല, എന്താണെന്ന് അറിയത്തില്ല. അപ്പൊ എന്താണെങ്കിലും ഇതൊക്കെ അവിടെ സംഭവിക്കുന്നുണ്ട്. ഷാനവാസ് നമ്മുടെ ജിസേലിനോട് ഇരുന്നത് പറയുന്നുണ്ട്. അത് കൂടാതെ ഒരു സൈഡിൽ ഞാൻ കണ്ടു നമ്മുടെ ഷാനവാസിന് മനസ്സിലായി, അതായത് ജിസൈൽ ആൻഡ് ആര്യൻ ഇവർക്ക് അത്യാവശ്യം കുറച്ച് സപ്പോർട്ടുണ്ട്. പ്രത്യേകിച്ച് ലാസ്റ്റ് വീക്കിലെ ആ ഒരു പരിപാടി, അതിൽ ഇവർക്കാണ് ഭയങ്കര സപ്പോർട്ട് എന്നൊക്കെ മനസ്സിലായിട്ട് തന്നെയാണ് ഷാനവാസ് ഇവരുടെ അടുക്ക് ഇരുന്ന് കഥ പറയുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണെങ്കിലും ആര്യനും ഇതിൻ്റെ ഇടയ്ക്ക് വരുന്നുണ്ട്. അപ്പം ഷാനവാസ് പറയുന്നുണ്ട്, അനുമോൾ ഇങ്ങനൊന്നും അല്ലായിരുന്നു, അനുമോളെ ഞാൻ പണ്ട് കാണുമ്പോൾ അനുമോൾ പഞ്ചപാവുമായിരുന്നു. പക്ഷെ അപ്പൊ ഉടനെ ആരും പറയുന്നുണ്ട് അത് പുറത്തല്ലേ, ഇതിനകത്ത് അങ്ങനെ ആവണമെന്നില്ലല്ലോ. ഉടനെ ഷാനവാസ് പറയുന്നു, അല്ലല്ല ഞാൻ പറഞ്ഞത് പണ്ടത്തെ കാര്യമാ, ഇപ്പൊ ഞങ്ങൾ കുറെ വർഷങ്ങളായി കണ്ടിട്ട് എന്നൊക്കെ ഷാനവാസ് പറയുന്നുണ്ട്. ഷാനവാസ് സത്യം പറഞ്ഞാൽ കൺഫ്യൂസ്ഡാ. അനുമോളുടെ സൈഡിൽ നിൽക്കണോ ഇപ്പറേ നിൽക്കണോ എന്നുള്ളൊരു സാധനം, ഒരു കൺഫ്യൂഷൻ അടിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണെങ്കിലും ഷാനവാസ് ആരും വെറുപ്പിക്കാതെ നല്ല രീതിയിൽ പുള്ളിയുടെ ഗെയിമുമായിട്ടൊക്കെ മുന്നോട്ട് പോയാൽ പുള്ളി സെറ്റ് ആവും. അവിടെ അതിനുള്ളൊരു പൊട്ടൻഷ്യൽ ഉണ്ട് പുള്ളിക്ക്. ആസ് എ ഒരു ഗെയിമർ ഒരു പൊട്ടൻഷ്യൽ പുള്ളിക്കുണ്ട്. പിന്നെ വേറൊരു സൈഡിൽ ഞാൻ കണ്ടു ആദില നൂറ. അവർ രാവിലെ തൊട്ട് ഡിസ്കഷനാണ് കേട്ടോ. രണ്ടുപേരും കൂടെയാണ് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ നടക്കുന്നത്. നൂറ ആദില വിടുന്നില്ല, കൂടെ പിടിച്ചിരുത്തി തന്നെ ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു, ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ നൂറ ഭയങ്കരമായിട്ട് ആൾക്കാരെ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പുറത്ത് നമ്മൾ കളി കണ്ട് എന്താണോ പറയുന്നത് ആ സാധനങ്ങളാണ് നൂറ അവിടെ പറയുന്നത്. ഒരു മിണ്ടാപ്പൂച്ച കലമുടക്കുക എന്ന് പറയത്തില്ലേ, നൂറയുടെ കാര്യത്തിൽ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. മിണ്ടാതിരുന്ന് ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ട് ആൾക്കാരെ എല്ലാം. അനീഷിനെ ആണെങ്കിലും ഇന്നിപ്പോൾ ഇന്നലത്തെ പ്രൊമോ നമ്മൾ കണ്ടതാണ്. ഇന്ന് അനീഷുമായിട്ട് വലിയൊരു ഇടി എന്തോ പൊട്ടുന്നുണ്ട് ആദില നൂറ. അപ്പം എനിക്ക് തോന്നുന്നു ഇവർ നോട്ട് ചെയ്ത് വെച്ചിട്ട് കൊടുക്കുന്നതാ, പോയിന്റ് ചെയ്ത് വെക്കും, എന്നിട്ടാണ് ഇവർ ഇറങ്ങുന്നത് കളിക്കാൻ. പിടികിട്ടിയില്ലേ? എനിക്ക് തോന്നുന്നു ഈ കാര്യത്തിൽ ഇപ്പൊ ഈ ഒരു സീസണിൽ ഈ ആദില നൂറ ഇപ്പൊ 2 കണ്ടസ്റ്റൻസ് ആണല്ലോ, ഇതിൽ ആരാദ്യമേ പോകുമെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഇവരുടെ ഒരു ഗെയിം, ഇതുവരെയുള്ള ഗെയിം കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ആദില പിന്നെ ഫസ്റ്റ് തന്നെ പുറത്തു പോകാൻ ചാൻസ് ഉണ്ട്. നൂറ പിന്നെ പിടിച്ചു വെക്കും കേട്ടോ. കാരണം നൂറയ്ക്ക് ഗെയിം അറിയാം, നല്ല രീതിയിൽ ഗെയിം അറിയാം. നൂറ ആദിലയും കൂടെ നിൽക്കണം, കൂടെ വേണം എന്നുള്ളൊരു ആഗ്രഹത്തിന്റെ പുറത്താന്ന് തോന്നുന്നു. ആദിലേക്കും കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, കൂടെ പിടിച്ച് നിർത്താൻ ശ്രമിക്കുന്നുണ്ട്. നല്ല കാര്യം തന്നെയാണ്. ഇപ്പൊ ഈ അനുമോളെ പറ്റിയിട്ടൊക്കെ അവരിന്ന് കുറച്ച് മുന്നേ സംസാരിക്കുന്നുണ്ട്. അതായത് അപ്പാനി പോകാൻ കാരണം അതൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് അനുമോളെ പറ്റി. അപ്പാനി പോകാൻ കാരണം ഈ ഗ്രൂപ്പ് കളിയാണ്, നമ്മൾ അങ്ങനെ ഗ്രൂപ്പായിട്ടൊന്നും കളിക്കരുത്, നമ്മൾ എല്ലായിടത്തും എല്ലാവരോടും ഒരേപോലെ വേണം. പിന്നെയാണ് അനീഷിന്റെ കാര്യം ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. അനീഷിന് ഒരു പേര് ഇട്ടിട്ടുണ്ട്, എന്താണ് ഡുണ്ടു പോലെ, ഞാൻ പേര് മറന്നുപോയി, എന്തോ ഒരു പേരൊക്കെ ഇട്ടിട്ടുണ്ട്. പുള്ളിയാണ് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, പുള്ളിയാണ് ദ ബെസ്റ്റ് ഗെയിമർ എന്നൊരു സാധനം നൂറ പറയുന്നുണ്ട്. നൂറയ്ക്ക് കാര്യം കത്തി. പിന്നെ ലാലേട്ടൻ വരുമ്പോൾ പുള്ളിയോടുള്ള ഇന്ററാക്ഷനോടും ഓരോ കാര്യങ്ങൾക്കും പുള്ളിയുടെ ഒരു അഭിപ്രായം തേടുന്നതും ഒക്കെ കാണുമ്പോഴായിരിക്കാം ചിലപ്പോൾ നൂറ ഇങ്ങനെ തിങ്ക് ചെയ്തത്. പിന്നെ പുള്ളിയുടെ ഗെയിം, പുള്ളിക്ക് വേറെ വെറുപ്പോ കാര്യങ്ങളോ ഒന്നും സംഭവിക്കുന്നില്ല. പിടികിട്ടിയില്ലേ? അതൊക്കെ ചിലപ്പോൾ നോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. പിന്നെ
അക്ബറിനെ പറ്റി പറയുന്നുണ്ട്, ഇവരുടെ ഈ ഗ്രൂപ്പ് പോയത് അല്ലെങ്കിൽ അപ്പാന് വെളിയിൽ പോകാൻ കാരണം ഇവരുടെ ഈ ഗ്രൂപ്പ് തന്നെയാണ്. പിന്നെ അക്ബറിനൊരു വിചാരമുണ്ട്, ഞാനെന്തോ വലിയൊരു സാധനമാണ്, ഞാൻ ഹെവിയാണ്, എൻ്റെ ഗെയിമർ പൊളിയാണ്, ഞാനെന്ന് പറയുന്ന ഗെയിമർ അടിപൊളിയാണെന്നുള്ളൊരു സാധനമൊക്കെ അക്ബറിനുണ്ട്. അത് അത്ര നല്ല കാര്യമൊന്നും അല്ല, അത്ര വലിയ ഗെയിമറൊന്നും അല്ല എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെയാണ് അനിമോളെ പറ്റിയിട്ട് സംസാരിക്കുന്നത്. അപ്പം ആദില പറയുന്നുണ്ട് നമ്മളെല്ലാവരോടും സംസാരിക്കണം, നമുക്ക് എല്ലാവരോടും കമ്പനി വെക്കണം, നമ്മൾ ആരെയും വെറുപ്പിക്കരുത്. എന്നിട്ട് ആദില തന്നെ അതിനെന്താ നമുക്ക് എല്ലാവരോടും സംസാരിക്കാന്നൊക്കെ നൂറ പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ ആദില പറയുന്നു, പക്ഷെ അനുമോളോട് സംസാരിക്കണോ? അനുമോൾ നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പം അനുമോൾ നമ്മളോട് സംസാരിക്കുന്നത്, പിന്നെ അവളോട് സംസാരിക്കേണ്ട കാര്യമുണ്ടോ? അപ്പൊ നൂറ പറയുന്നുണ്ട് അതിനെന്താ, അതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യം, നമ്മളെല്ലാവരോടും സംസാരിക്കണം, അവൾ നമ്മളെ മൈൻഡ് ചെയ്തില്ലെങ്കിലും നമ്മൾ അങ്ങോട്ട് പോയി സംസാരിക്കണം. പക്ഷെ നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവള് മൈൻഡ് പോലും ചെയ്യുന്നില്ലല്ലോ, അതപ്പം നമ്മൾ കറക്റ്റായിട്ട് അവളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നതുകൊണ്ടല്ലേ? ആയിരിക്കാം. അതിലെ നൂറെ പ്രോപ്പർ ആയിട്ട് കുറെ തെറ്റുകൾ, എല്ലാവരുടെയും ഭാഗത്ത് തെറ്റുകളുണ്ടല്ലോ, അനുമോളുടെ ഭാഗത്തും ചെറിയ ചെറിയ മിസ്റ്റേക്കുകളുണ്ട്. അത് പിന്നെ അനുമോൾ എന്ന ഗെയിമർ ചെയ്യുന്ന മിസ്റ്റേക്കുകളാണ്. അനുമോൾ അതിനകത്ത് ഗെയിം കളിക്കുക, അപ്പൊ തെറ്റുകൾ വരും. ചില കാര്യങ്ങൾ അനുമോൾക്ക് ഇവർ പറഞ്ഞ് മനസ്സിലാക്കാൻ നിൽക്കുമ്പോഴത്തേക്ക് അനുമോൾ നിൽക്കത്തില്ല, അനുമോൾ വിട്ടുകളയും. കാരണം അനുമോൾക്കും അറിയാം തെറ്റാണ് എൻ്റെ ഭാഗത്തുനിന്ന് പറ്റിയത്, പക്ഷെ ഞാനത് സമ്മതിച്ചാൽ ഞാനെന്ന് പറയുന്ന ഗെയിമർ താഴെ പോകും. അത് ചിലപ്പോൾ തിങ്ക് ചെയ്തിട്ടായിരിക്കും വിട്ടുകൊടുക്കുന്നത്, അത് ഇവർക്ക് പിടികിട്ടുന്നില്ല, അത് അത്രേ ഉള്ളൂ. പക്ഷെ അത് നൂറയ്ക്ക് ചിലപ്പം കത്തിയിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടാണ് നൂറ പിന്നെ ഇവളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത്. അനുമോൾ അത് പോട്ടെ, നമുക്ക് അനുമോളുടെ കൂടെ തന്നെ നിൽക്കാം. നൂറയ്ക്ക് അറിയാം അനുമോൾക്ക് സപ്പോർട്ടുണ്ട്, അപ്പൊ അവളെ വെറുപ്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അവളുടെ ഫാൻസ് പണി തരും എന്നൊരു സാധനം ചിലപ്പോൾ നൂറയ്ക്ക് കത്തിയിട്ടുണ്ടായിരിക്കും, വോട്ട് കിട്ടത്തില്ല എന്ന്. അതുകൊണ്ട് തന്നെയാണ് നൂറ നല്ല രീതിയിൽ തന്നെയാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത്. എന്നിട്ട് പറയുന്നുണ്ട് അതിലെടുക്കേടാ, അത് വിട്, അങ്ങനെയാണ്, നമുക്ക് അവളെ വേണം, നമ്മൾ അവളുടെ കൂടെ തന്നെ നിൽക്കണം, നമ്മൾ വലിയ ഇതിനൊന്നും പോകണ്ട, പക്ഷെ നമ്മളെല്ലാവരോടും നിൽക്കുന്ന പോലെ അവളുടെ അടുക്കൽ നിൽക്കണം. പിന്നെ ആദില പറയുന്നുണ്ട് ലാലേട്ടനോട് അവൾ സംസാരിച്ചത് പോലും ശരിയായിട്ടില്ല, കാരണം മൂത്ത ആൾക്കാർക്കൊക്കെ ഒരുപാട് ബഹുമാനം കൊടുക്കണമെന്ന് ഇടയ്ക്കൊക്കെ ഇവള് പറയാറുണ്ട്. എന്നിട്ട് ലാലേട്ടൻ കഴിഞ്ഞ ദിവസം ആ തെറ്റ്, നമ്മുടെ ഉമ്മ ഉപ്പ് സീൻ, അതിനെപ്പറ്റി ലാലേട്ടൻ സംസാരിച്ചു, ഇവള് അപ്പോഴും ഒന്നും സമ്മതിക്കുന്നില്ല, ഇവളെന്താ ഇങ്ങനെ, അതൊക്കെയാണ് ആദില ചോദിക്കുന്നത്. സത്യം പറഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോഴത്തേക്ക് ആസ് എ ഗെയിമർ അനുമോള് പൊളിയല്ലേ. ഇപ്പൊ അനുമോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ പോലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ചിലപ്പോൾ ഇങ്ങനെ ഉമ്മൻ പരിപാടി കണ്ടു കാണത്തില്ല, പിന്നെ ഒരു കോണ്ടന്റ് ഉണ്ടാക്കിയതാണ്, പക്ഷെ അവസാനം വരെ അതിൽ ഉറച്ചു നിൽക്കുക. അനുമോൾക്ക് അറിയാം ഒരിക്കലും ഇങ്ങനെ അത് അനുമോൾ തന്നെ പറയുന്നുണ്ടല്ലോ, പുതപ്പിനകത്ത് എന്നൊരു സാധനമുണ്ട്, പുതപ്പിനകത്ത് എന്തായാലും ക്യാമറ വെക്കത്തില്ലെന്ന് അനുമോൾക്കും അറിയാം. അപ്പോൾ ഒരിക്കലും ആർക്കും ഇത് തെളിയിക്കാൻ പറ്റത്തില്ല, അനുമോൾ പറഞ്ഞത് കള്ളമാണെന്ന് ആർക്കും തെളിയിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെയാണ് അനുമോൾ അവസാനം വരെ ഉറച്ചു നിന്നത്. ഞാൻ കണ്ടു എന്നുള്ളൊരു സാധനം, കണ്ടോ ഇല്ലയോ എനിക്കറിയത്തില്ല, എന്താണെങ്കിലും പിന്നെ ആ ഒരു സാധനം നമ്മളിനി ഡിസ്കസ് ചെയ്യേണ്ട, അത് വിടേണ്ട ഒരു കേസാണ്. പക്ഷേ ഇവരുടെ ഈ ഒരു കാര്യം പറയുമ്പോഴാണ് ആ ഒരു പോയിന്റ് പറഞ്ഞേ പറ്റുള്ളൂ. അത് അനുമോൾ എന്ന് പറയുന്ന ഗെയിമറാണ് ആ കാണിച്ചത്. അപ്പം അതിനെയൊക്കെ നമ്മുടെ ഈ ലാലേട്ടൻ വന്ന് ചോദിച്ച ഉടനെ അങ്ങോട്ട് സമ്മതിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നിട്ട് പറയുന്നുണ്ട് അനുവിനെ പറ്റി നമ്മൾ വേറെ ആരോടും കുറ്റം പറഞ്ഞിട്ടില്ല. അനു പക്ഷെ പറയുന്നത് നമ്മൾ കുറ്റം പറയുന്നത്, അത് നൂറയാണ് പറയുന്നത്, നമ്മൾ ആരോടും കുറ്റം പറഞ്ഞിട്ടില്ല എന്നൊക്കെ നൂറ പറയുന്നുണ്ട്. പക്ഷേ നൂറ പറഞ്ഞിട്ടില്ല കുറ്റം, ആദില പറഞ്ഞിട്ടുണ്ട്. ശൈത്യയോടൊക്കെ ഇരുന്ന് പാതിരാത്രി കുത്തിയിരുന്ന് പറഞ്ഞിട്ടുണ്ട്, അത് എല്ലാവരും കണ്ടിട്ടുമുണ്ട്. മനസ്സിലായില്ലേ? നൂറ പക്ഷെ അവിടെയൊക്കെ നോക്കിയും കണ്ടുവാ. അത് ആരെ പറ്റി കുറ്റം പറഞ്ഞാലും ഓക്കെ, ഇങ്ങനെ ഇരുന്ന് കേട്ട് തലയാട്ടിയാ തെറ്റുകൾ പറഞ്ഞു കൊടുക്കും. അത് അനുമോളുടെ ആണെങ്കിൽ അനുമോളുടെ അടുക്കലും ചെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവർ തമ്മിൽ മാത്രമേ ഉള്ളൂ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയുന്നത്, അല്ലാതെ വേറൊരാളോട് പോയി പറയുന്നില്ല. പക്ഷേ ഇവർ രണ്ടുപേരും പക്ഷേ ഇപ്പോൾ ഇൻഡിപെൻഡൻറ്റ് കണ്ടസ്റ്റൻസ് ആണ്. അതുകൊണ്ട് തന്നെ രണ്ട് കണ്ടസ്റ്റൻസ് തമ്മിലാണ് ആ കുറ്റവും കുറവും പറയുന്നത്. പിന്നെ ഇവർ ഇപ്പം ബിഗ് ബോസ് ടീമാണെങ്കിലും നമ്മളാണെങ്കിലും ഇവർ ഇൻഡിപെൻഡൻറ്റ് കണ്ടസ്റ്റൻസ് ആയിട്ട് കണ്ടാലും അവരുടെ ഉള്ളിൽ അവരിപ്പോഴും ഒരൊറ്റ കണ്ടസ്റ്റൻ്റ് ആണ്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഇങ്ങനെയുള്ളൊരു ഡിസ്കഷനൊക്കെ നടക്കുന്നുണ്ട്. അപ്പം എന്താണെങ്കിലും ഇവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ കണ്ടു കിച്ചൺ ടീമൊക്കെ ഒന്ന് പൊളിച്ചു മാറ്റാൻ തോന്നുന്നു കേട്ടോ, പുതിയ ടീമിനെ ഇട്ടെന്ന് തോന്നുന്നു. നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ വരുന്ന ഒരു ടൈം ഉണ്ടല്ലോ, ആ സമയത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ലൈവിൽ മിസ്സായി പോകും. അങ്ങനെ എന്തോ ഞാൻ മിസ്സായി പോയതാണ്. ക്യാപ്റ്റൻ എനിക്ക് തോന്നുന്നു എന്തോ അനുമോളൊക്കെ കിച്ചൺ ടീമിൽ നിൽക്കുന്ന കണ്ടു. ഞാൻ പോയി കാണട്ടെ എന്തായാലും, ബാക്കി എപ്പോഴേ അറിയത്തുള്ളൂ. അനുമോൾ കിച്ചൺ ടീമിൽ നിൽക്കുന്നുണ്ട്. പ്രവീൺ നമ്മുടെ വൈൽഡ് കാർഡ് പ്രവീൺ അനുമോളുടെ പുറകെയാണ്. അവനറിയാം അനുമോളുടെ കൂടെ നൈസായിട്ട് അങ്ങ് നിന്ന് കഴിഞ്ഞാൽ മുന്നോട്ട് അങ്ങ് പൊക്കോളും എന്നൊരു സാധനം അവൻ്റെ തലയിൽ കാണും. അതുകൊണ്ടാണ് അനുമോളെ ഒട്ടി എന്തോ ബിസിനസിന്റെ കാര്യം സംതിങ് എന്തൊക്കെയോ നിന്ന് സംസാരിക്കുന്നുണ്ട്. ഇവരുടെ എന്തൊക്കെയോ പ്ലാനൊക്കെയാണ്. എന്താണെങ്കിലും നല്ല രീതിയിൽ തന്നെ അനുമോളുടെ ഇടയ്ക്ക് ഒരുത്തൻ നിപ്പുണ്ട്. അനുമോൾ അതുകൊണ്ട് തന്നെയാണ് വൈൽഡ് കാർഡ്സിനോട് അനുമോൾക്കൊരു ഇഷ്ടമുണ്ട്. അവരാരും അനുമോളെ വെറുപ്പിക്കുന്നില്ല, കുത്താൻ വരുന്നില്ല. കാരണം അവർ പുറത്തുനിന്ന് കണ്ടിട്ട് വന്നതാണ് എന്താണ് അനുമോൾക്കുള്ളൊരു ബൂസ്റ്റ് പുറത്തുള്ളതെന്ന്. അതുകൊണ്ട് തന്നെ അവരെന്ത് കണ്ടാലും മിണ്ടത്തില്ല, അവിടെ ഉള്ളവർ പറയും. പിന്നെ ഈ ആദില നൂറ, പ്രത്യേകിച്ച് നൂറ ഓപ്പണായിട്ട് കാര്യം പറയുന്നുണ്ട് അനുമോളോട് പറയാനുള്ളത്. ആദിലയ്ക്ക് മാത്രമാണ് ഇങ്ങനെയുള്ള ഇവള് തന്നെ അനുമോള് പറഞ്ഞ കുറേ കാര്യങ്ങൾ അനുമോള് തന്നെ മാറ്റി ചെയ്യുന്ന കാണുമ്പം അതിലൊരു ദേഷ്യം വരുന്നത്. പക്ഷെ അതിൽ മനസ്സിലാക്കേണ്ട കാര്യം ഇത് ഗെയിമാണ്.
അവിടെ ആരും നന്മമരം കളിക്കാനല്ല വന്നിരിക്കുന്നത്. നന്മമരം കളിക്കും, അത് ഗെയിമിന്റെ പാർട്ടായിട്ട്. അല്ലാതെ എല്ലാം പറഞ്ഞ കണക്ക് തന്നെ ചെയ്യണം. ഗെയിമാണോ അത്? എങ്ങനെ വേണമെങ്കിലും കളിക്കും. എനിക്ക് അതാണ് ഓരോ ദിവസം കഴിയുമ്പോഴും ഇവരുടെ ഗെയിം കാണുമ്പോൾ എനിക്കതാ മനസ്സിലാവുന്നത്. പിടികിട്ടിയില്ലേ? നമ്മുടെ വരെ പേഴ്സ്പെക്റ്റീവ്സ് മാറിക്കൊണ്ടിരിക്കും ഓരോ ദിവസം കഴിയുമ്പോൾ ഇവരുടെ ഗെയിം കാണുമ്പോൾ, അല്ലേ? എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. നിങ്ങൾക്ക് തോന്നിയ കാര്യങ്ങൾ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പ്രിയപ്പെട്ടവരെ സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കി പോയി ലൈവ് കാണട്ടെ അടുത്ത അപ്ഡേറ്റുകളുമായി അടുത്ത വീഡിയോയിൽ. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.